ഓക്കെ, അപ്പൊ നമ്മുടെ ക്യൂട്ടിയുടെ ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായിട്ട് നമുക്ക് ജസ്റ്റ് സിലബസ് ഒന്ന് നോക്കുകയാണ്. ഞാൻ സ്ക്രീന് ഷെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ വോയിസ് കറക്റ്റ് ആണോന്നും അതുപോലെ സ്ക്രീന് കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വോയിസ് പറഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ ആണോ? ഓക്കെ, റെഡി. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ആദ്യം ക്യൂട്ടി അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ഹലോ 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 ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ നേരത്തെ മൊഡ്യൂള് ഫുള്ള് പറഞ്ഞ് നിങ്ങൾ ഏതുവരെ എത്തിയിട്ടുണ്ട്? ഒന്നും കേട്ടില്ല. ഓക്കെ 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 ഓക്കെ, ആരും കേട്ടില്ലല്ലോ മൊഡ്യൂൾസ് പറഞ്ഞത്? അതെ, ഓക്കെ ഓക്കെ, നോക്കിട്ടോ, ഒറ്റ മിനിറ്റ്. ഇപ്പോ സ്ക്രീന് കാണുന്നുണ്ടോ? എന്റെ വോയിസും ക്ലിയർ ആണോ നോക്കിയേ? ക്ലിയർ ആണ്, വോയിസ് ക്ലിയർ ആണ്, സ്ക്രീനും ക്ലിയർ ആണ് അല്ലേ? റെഡി ആണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, റെഡി. ഓക്കെ, താങ്ക് യു. ഓക്കെ, എന്നാൽ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് ഈ മൊഡ്യൂൾസ് ആണ് നമുക്ക് വരുന്നത്. അതിൽ എന്താണ് പറയുന്നത്, അതിൽ എത്ര മാർക്കിന് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം, ഇത് നമ്മുടെ സിലബസ് ആണ് കേട്ടോ. ഫസ്റ്റ് മൊഡ്യൂളിൽ എന്താണ് ക്യൂട്ടി, അതിന്റെ മീനിങ്, ഡെഫിനിഷന്, ക്ലാസിഫിക്കേഷന്, അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് പക്ക തിയറി ആണ്, പക്ഷെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എസ്സെ തിയറി ആയിട്ട് പൊതുവെ ഈ മൊഡ്യൂളിൽ ചോദിക്കാറുണ്ട്. അതിൽ അതിന്റെ മീനിങ്, ഡെഫിനിഷന്, ലിമിറ്റേഷൻ ഒക്കെ പാട് വെച്ചിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യൂട്ടി സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഓഫ് ക്യൂട്ടി. ഈ 3 ഭാഗമാണ് ഇതിൽ നിന്ന് എസ്സേക്ക് വരാറുള്ളത്. ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ 2 മാർക്കിനോ ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. സെക്കൻഡ് മൊഡ്യൂൾ ക്ലിയർ അല്ല? വോയിസ് ക്ലിയർ അല്ലേ? സ്ക്രീനും ഇടയ്ക്കിടയ്ക്ക് കട്ട് ആവുന്നുണ്ട്, പക്ഷെ ചെറുതായിട്ട് കേട്ടോ. ക്ലിയർ അല്ലേ? ഹലോ, ഒന്ന് ടൈപ്പ് ചെയ്താണ്. ഓക്കെ ആണോ? പ്രോബ്ലം വീണ്ടും തുടങ്ങിയല്ലോ. ഇപ്പോ ഈ മൊഡ്യൂൾ പറഞ്ഞത് കേട്ടിട്ടില്ല കറക്റ്റ്? കേൾക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടായി പോകുന്നുണ്ട്. വോയിസ് കട്ടാവുന്നുണ്ട് അല്ലേ? എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ടോ? ഇടയ്ക്ക് കട്ടാവുന്നുണ്ട്. ഉണ്ട് അല്ലേ? ഓക്കെ 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 ഓക്കെ.
ഇനി ഞാൻ സെക്കൻഡ് മോഡ്യൂളും കൂടെ ഒന്ന് പറയാം കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയേ നിങ്ങൾ. കട്ട് ആവുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ ടൈപ്പ് ചെയ്യണം കേട്ടോ. വോയിസ് കട്ട് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യണേ. ഞാനിത് കഴിഞ്ഞിട്ടൊന്ന് ചെക്ക് ചെയ്യാം. സെക്കൻഡ് മോഡ്യൂൾ റിഗ്രഷൻ, ഈ രണ്ട് ഭാഗങ്ങളാണ് സെക്കൻഡ് മോഡ്യൂൾ നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടും ചെയ്യണം. ഇതിൽ 100% ഷുവർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ, തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ പ്രോബ്ലം ആയിട്ട് വരുന്നത് കോറിലേഷനിലും റിഗ്രഷനിലും തീർച്ചയായിട്ടും ഒരു എസ്സെ ഇതിൽ പ്രോബ്ലം ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ഷോർട്ട് എസ്സേയിലും ഇത് പ്രോബ്ലം ആയിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ഈ കോറിലേഷന്റെ റിഗ്രഷന്റെ ടൈപ്സ് തിയറി ആയിട്ട് ചോദിക്കാറുണ്ട്. ഇത്രയാണ് സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഭാഗങ്ങൾ. എങ്ങനെയാണ്, വോയിസ് ക്ലിയർ ആയിട്ടുണ്ടോ? ഇപ്പോൾ സെക്കൻഡ് മൊഡ്യൂൾ പറഞ്ഞത് സ്ക്രീനും വോയിസും ഓക്കെയാണ്? ഓക്കെ. എന്നാൽ ഞാൻ കണ്ടിന്യൂ ചെയ്യണേ. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് വോയിസിൽ പറയൂ കേട്ടോ. തേർഡ് മൊഡ്യൂള് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തൊരു മൊഡ്യൂളാണ്, അത്ര ലെങ്തി അല്ല. ഇതിൽ പ്രോബബിലിറ്റിയുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഈ തിയറംസ് ഓഫ് പ്രോബബിലിറ്റി ഉണ്ട്, അത് എക്സാമിന് തിയറി ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ബയസ് തിയറം, ഇൻവേഴ്സ് പ്രോബബിലിറ്റി, ഇതും തിയറി ആയിട്ട് 2 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഭാഗമാണ് തേർഡ് മൊഡ്യൂൾ. ഇനി ഫോർത്ത് മൊഡ്യൂള് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. അതിൽ 3 ഏരിയ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ 3 ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ഫോർത്ത് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നിന്നും ഒരു എസ്സെ തീർച്ചയായിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദ ലാസ്റ്റ് മൊഡ്യൂള് ഡിസിഷൻ മേക്കിംഗ്, ഇതിൽ കുറച്ച് തിയറി പാർട്ടും പിന്നെ LLP ക്രിയേറ്റ് ചെയ്യാനും, ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാറുള്ളത്. നമ്മൾ ജസ്റ്റ് മൊഡ്യൂൾസ് ഒന്ന് പറഞ്ഞതാണ്, ഇതിലേക്ക് പ്രവേശിക്കുകയാണ്. വീണ്ടും ഒന്നും കൂടെ ചോദിക്കുകയാണ്, വോയിസ് ഇപ്പൊ ഞാൻ കാണിച്ച സ്ക്രീൻ ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യട്ടോ. ഓക്കെ ആണോ? ടൈപ്പ് ചെയ്താലും മതി. ഓക്കെ, റെഡി. ഓക്കെ, താങ്ക് യു. നമ്മളെ ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് പോവാണേ. ഞാനൊരു റൂട്ട് പറയട്ടോ. നമ്മൾ ക്യൂട്ടിയിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ട റൂട്ട് ഉണ്ട്. ആ റൂട്ട് പക്കയായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അത് ഫോളോ ചെയ്താൽ മാത്രം മതി. അത്യാവശ്യം നല്ല മാർക്ക്, ഞാനിത് പാസ്സാവാ എന്നല്ല പറയുന്നത്, നന്നായിട്ട് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം ഫസ്റ്റ് മൊഡ്യൂള് നമ്മൾ തുടങ്ങാണ് കേട്ടോ. അതിൽ ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് തിയറി ആണ്, പ്രോബ്ലം ആയിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ ഇല്ല. ക്യൂട്ടിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്റെ സ്ക്രീന് ഓക്കെ ആണല്ലോ അല്ലേ? ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്, സ്ക്രീന് ക്ലിയർ ആണല്ലോ അല്ലേ? യെസ്. ഈ നോട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. നിങ്ങളിപ്പോ കറക്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഒരു പേനി നോട്ട് കൊടുത്തിട്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊന്നും ഇങ്ങനെ ജസ്റ്റ് കുറിച്ച് വെക്കുക കേട്ടോ. പിന്നെ നോട്ട് തരുമ്പോൾ ബാക്കി അതിൽ ഫിൽ ചെയ്താൽ മതി. ഉറപ്പായിട്ടും 2 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ക്യൂട്ടി, അല്ലെങ്കിൽ വാട്ട് ഈസ് ക്യൂട്ടി, അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ ക്യൂട്ടി എന്നുള്ളത്. അതിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം, ഇറ്റ് ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ്, ഈ 2 ടേം ഓർത്ത് വെക്കുക, മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. നമ്മൾ മാത്തമാറ്റിക്കൽ ആയിട്ട് അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ട്, ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗമാണ് കേട്ടോ ഈ ക്യൂട്ടി എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കൽ അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് നമ്മൾ അപ്ലൈ ചെയ്യാണ്. എന്തിന്? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണേ, ഫൈൻഡിങ് സൊല്യൂഷൻസ്. ചില പ്രോബ്ലത്തിന്, ചില പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷന് വേണ്ടിയിട്ട് മാത്തമാറ്റിക്കലും സ്റ്റാറ്റിസ്റ്റിക്കലും ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്യുന്നതിനെയാണ് ക്യൂട്ടി എന്ന് പറയുന്നത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാൻ വേണ്ടി മാത്തമാറ്റിക്കലും സ്റ്റാറ്റിസ്റ്റിക്കലുമായിട്ടുള്ള ടൂൾസുകൾ യൂസ് ചെയ്യുന്നതിനെയാണ് ക്യൂട്ടി അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് പറയാണ്, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് എസ്സേ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 3 തരത്തില് നമുക്ക് ക്യൂട്ടിയെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് നമ്മൾ ആ ഡെഫിനേഷനിൽ പറഞ്ഞിട്ടുണ്ട്, മാത്തമാറ്റിക്കൽ ക്യൂട്ടി. 2 നമ്മൾ ഡെഫിനേഷനിൽ പറഞ്ഞതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്യൂട്ടി. 3ാമത്തത് പ്രോഗ്രാമിംഗ്, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരുണ്ട് ഓപ്പറേഷണൽ റിസർച്ച്. അതും കൂടെ ഓർത്ത് വെക്കണേ, ഓപ്പറേഷണൽ റിസർച്ച്. കാരണം ഒരു തവണ എക്സാമിന് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഏതാണ് ഓപ്പറേഷണൽ റിസർച്ച് ക്യൂട്ടി എന്നുള്ളത് കേട്ടോ. ഓപ്പറേഷണൽ റിസർച്ച് ജസ്റ്റ് OR എന്ന് എഴുതി വെക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാനുള്ള ഒരു മെത്തഡ് പറഞ്ഞുതരാം.
ഇത് എന്ത് ചോദിച്ചാലും നിങ്ങൾ ഈ ഒരു 3 സാധനങ്ങൾ പഠിക്കുക. ടൂൾസ്, ടെക്നിക്സ്, പ്രിൻസിപ്പിൾസ്. വോയിസ് ക്ലിയർ അല്ലേ? വോയിസും സ്ക്രീനും ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ ഒരു 3 സാധനമാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ ചോദിച്ചാൽ നിങ്ങൾ പഠിക്കേണ്ടത്. ടൂൾസ്, ടെക്നിക്സ്, പ്രിൻസിപ്പിൾസ്. നിങ്ങളോട് ഞാൻ ചോദിക്കണം മാത്തമാറ്റിക്കൽ ക്യൂട്ടി എന്താണ്? അപ്പൊ നിങ്ങൾ പറയേണ്ടത് മാത്തമാറ്റിക്കൽ ടൂൾസ്, മാത്തമാറ്റിക്കൽ ടെക്നിക്സ്, മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാം. ഈ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാം എന്നുള്ളത് എല്ലാത്തിലും പറയണം കേട്ടോ. നമ്മൾ ആദ്യം ക്യൂട്ടിയുടെ അത് യൂസ് ചെയ്തിട്ടുണ്ട്, ഫൈൻഡിങ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഈസ് മാത്തമാറ്റിക്കൽ ക്യൂട്ടി എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് മാത്തമാറ്റിക്കൽ ടൂൾസ്, മാത്തമാറ്റിക്കൽ ടെക്നിക്സ്, മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാം. ഇനി രണ്ടോട് ചോദിക്കാണ് വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്യൂട്ടി? അതിനും നിങ്ങൾ പറയേണ്ടത് സെയിം ആൻസർ ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ട് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാം. അപ്പൊ നിങ്ങൾ പറയാം ഫൈൻഡിങ് സൊല്യൂഷൻ ബൈ യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രിൻസിപ്പിൾസ്. പ്രോഗ്രാമിംഗ് ക്യൂട്ടിന്ന് ചോദിച്ചാലും നിങ്ങൾ പറയേണ്ട സെയിം ആണ് ഈ 3 കാര്യം. അപ്പൊ നിങ്ങൾ പറയാം പ്രോഗ്രാമിംഗ് ടൂൾസ് വെച്ച്, പ്രോഗ്രാമിംഗ് ടെക്നിക്സ് വെച്ച്, പ്രോഗ്രാമിംഗ് പ്രിൻസിപ്പിൾസ് വെച്ച് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണുന്നതാണ് പ്രോഗ്രാമിംഗ് ക്യൂട്ടി. അപ്പൊ നിങ്ങൾ പറയണം ഫൈൻഡിങ് സൊല്യൂഷൻസ് ബൈ യൂസിങ് പ്രോഗ്രാമിംഗ് ടൂൾസ്, പ്രോഗ്രാമിംഗ് ടെക്നിക്സ് ആൻഡ് പ്രോഗ്രാമിംഗ് പ്രിൻസിപ്പിൾസ്. അപ്പൊ ഇത് 3ഉം നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഇത് ക്ലാസ് എടുക്കുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ അത് പഠിച്ചു പോവുക. 3 ചോദിച്ചാലും ഈ ടൂൾസ്, ടെക്നിക്സ്, പ്രിൻസിപ്പിൾസ് വെച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും. വാട്ട് ഈസ് മാത്തമാറ്റിക്കൽ ക്യൂട്ടി ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പറയണം ഫൈൻഡിങ് സൊല്യൂഷൻ ബൈ യൂസിങ് മാത്തമാറ്റിക്കൽ ടൂൾസ്, ടെക്നിക്സ് ആൻഡ് മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ്. അപ്പൊ ഇതാണ് 3 ക്ലാസിഫിക്കേഷൻ. ഇനി ഏതൊക്കെയാണ് മാത്തമാറ്റിക്കൽ, ഏതൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്യൂട്ടി, സൗണ്ട് കട്ടാവുന്നുണ്ട് സാറേ. വോയിസ് കട്ടാവുന്നുണ്ട്. ഓക്കെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേ. ഹലോ, ഇപ്പൊ ക്ലിയർ ആണോ വോയിസ്? ക്ലിയർ ആണോ? ഓക്കെ റെഡി. ഓക്കെ. ഞാൻ ആ ക്ലാസിഫിക്കേഷൻ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? 3 ക്ലാസിഫിക്കേഷന് മാത്തമാറ്റിക്കൽ പ്രോഗ്രാമിംഗ്. ഓക്കെ റെഡി. ഓക്കെ താങ്ക് യു. എന്നാൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനിലേക്ക് നമ്മൾ പോവാണ്, മാത്തമാറ്റിക്കൽ ക്യൂട്ടി. അതില് കുറെ ടൈപ്പ് പറയുന്നുണ്ട്. പക്ഷെ ഇതിലൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരൊറ്റ പോയിന്റ്, ഞാൻ എല്ലാത്തിലും പറയുന്ന ഒരൊറ്റ പോയിന്റ് മാത്രം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അത് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് അതിന് ആൻസർ കാണാൻ പറ്റും കേട്ടോ. ഫസ്റ്റ്, വാട്ട് ഈസ് മാത്തമാറ്റിക്കൽ ക്യൂട്ടി? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മാത്തമാറ്റിക്കൽ ടൂൾസ്, ടെക്നിക്സ്, പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലത്തിനേക്ക് സൊല്യൂഷൻ കാണാന്നുള്ളത്. ഇനി ഫസ്റ്റ് മാത്തമാറ്റിക്കൽ ക്യൂട്ടിയുടെ സബ് ക്ലാസിഫിക്കേഷൻസ് ആണ്. ഒന്ന് പെർമുട്ടേഷൻ. പെർമുട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് ഡാറ്റ ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ. അതിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു ടേം ഡെഫിനിറ്റ് ഓർഡർ എന്നാണ്. കൃത്യമായിട്ട് ഒരു ഓർഡറിൽ ഡാറ്റകളെ നമ്മൾ അറേഞ്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ് 1 3 5 7. ഇത് നമുക്ക് ഓഡ് നമ്പേഴ്സ് ആണല്ലോ. അല്ലെ ഞാൻ പറയാണ് 2 6, അത് ഈവൻ നമ്പേഴ്സ്. ഇതൊക്കെ കൃത്യമായിട്ട് ഒരു ഓർഡർ ആണ്. അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, ഇങ്ങനെ വ്യത്യസ്ത ഓർഡറിൽ ഡാറ്റകളെ വെച്ച് നമ്മൾ അതിന് പെർമുട്ടേഷൻ എന്ന് പറയാം. അപ്പൊ അതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഡെഫിനിറ്റ് ഓർഡർ എന്നുള്ളതാട്ടോ. കൃത്യമായിട്ട് നമുക്ക് തന്ന ഡാറ്റകൾ ഒരു ഓർഡറിലേക്ക് മാറ്റിയിട്ട് ഒരു സൊല്യൂഷൻ കാണുക. അതിനാണ്. നേരെ ഓപ്പോസിറ്റ് ആണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട വാക്ക് വിത്തൗട്ട് കൺസിഡറിങ് ദ ഓർഡർ. അവിടെ നമ്മൾ ഓർഡർ നോക്കൂല. നമുക്ക് തന്ന ഡാറ്റകളെ അഥവാ നമ്പേഴ്സിനെ നമ്മൾ എങ്ങനെയൊക്കെ ചുമ്മാ അങ്ങോട്ട് വാരി വലിച്ചെഴുതും. എന്നിട്ട് അതിൽ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെ ഒരു ഓർഡറും ഇവിടെ ഉണ്ടാവില്ല. അതാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. പെർമുട്ടേഷനിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഡെഫിനിറ്റ് ഓർഡർ. ഓർഡർ ആക്കിയതിന് സൊല്യൂഷൻ കാണാം.
കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ വിത്തൗട്ട് കൺസിഡറിങ് ദ ഓർഡർ. അവിടെ നമ്മൾ ഓർഡർ മൈൻഡ് ചെയ്യൂല, ഓർഡർ ഇല്ലാണ്ട് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണുന്നതാണ്. ക്ലിയർ അല്ലേ? വോയിസ് ക്ലിയർ ആണല്ലോ അല്ലെ? ക്ലിയർ ആണ്. മൂന്നാമത്തത് സെറ്റ് തിയറി. നമ്മൾ സെറ്റ് എന്ന് പറയും, ഇത് നമുക്ക് ഇനി തേർഡ് മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. പണ്ടൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ ഇന്റെ സെറ്റ് കാണുക, അന്റെ സെറ്റ് കാണുക, അങ്ങനെ സെറ്റ് സെറ്റ് എന്ന് പറയും. ഈ സെറ്റ് എന്നുള്ളതിന്റെ അർത്ഥം ഗ്രൂപ്പ് എന്നാണ് കേട്ടോ. ഗ്രൂപ്പ്, അതൊന്ന് ഓർത്ത് വെക്കുക. നമ്മളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളൊക്കെ എന്റെ സെറ്റ് കാണും, അവരൊക്കെ എന്റെ സെറ്റ് കാണും, അങ്ങനെ അങ്ങനെ സെറ്റ് സെറ്റ് ആക്കലുണ്ട്. സെറ്റ് എന്നുള്ളതിന്റെ അർത്ഥം ഗ്രൂപ്പ് എന്നാണ്. അപ്പൊ നമ്മൾ ആ ഒരു വാക്ക് വെച്ചിട്ട് തന്നെ ഇതിന് ആൻസർ പറയാം. സെറ്റ് തിയറി എന്ന് പറഞ്ഞാല് സെറ്റ് മീൻസ് കളക്ഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിനാണ് സെറ്റ് എന്ന് പറയാം. ഇറ്റ് മീൻസ് ഫൈൻഡിങ് സൊല്യൂഷൻ ബൈ യൂസിങ് സെറ്റ്. അഥവാ ഗ്രൂപ്പ് ആക്കിയിട്ട്, ഇപ്പൊ നമുക്ക് തന്ന ഡാറ്റകളെ ഗ്രൂപ്പ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ടീം ആക്കിയിട്ട് സൊല്യൂഷൻ കാണുന്നതിനെയാണ് സെറ്റ് തിയറി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് കുറെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിൽ 10ൽ താഴെ വരുന്ന നമ്പേഴ്സ് ഒരു ഗ്രൂപ്പ് ആക്കി, 10നും 20നും ഇടയിൽ വരുന്ന നമ്പേഴ്സ് മറ്റൊരു ഗ്രൂപ്പ് ആക്കി, 30നും 40നും വരുന്ന നമ്പേഴ്സ് വേറെ ഗ്രൂപ്പ്, അങ്ങനെ ഗ്രൂപ്പ് ആക്കിയിട്ട് ആ ഗ്രൂപ്പ് വെച്ച് നമ്മൾ സൊല്യൂഷൻ കാണുന്നതിനെയാണ് സെറ്റ് തിയറി എന്ന് പറയുന്നത്. അപ്പൊ സെറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പാണ് അല്ലെങ്കിൽ കളക്ഷൻ ആണ് എന്ന് ഓർത്തു വെക്കുക. ഇനി നാലാമത്തത് മെട്രിക്സ് അൾജിബ്ര. അത് നിങ്ങൾ ഓൾറെഡി അൾജിബ്ര ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, മെട്രിക്സ് പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് കുറെ നമ്പേഴ്സിനെ റോയിലും കോളത്തിലുമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യാം, എന്നിട്ട് അതിന് സൊല്യൂഷൻ കാണാം. നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഒക്കെ വെച്ച് കുറെ നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും മുമ്പൊക്കെ. അപ്പോൾ നമുക്ക് തന്ന നമ്പേഴ്സിനെ അല്ലെങ്കിൽ ഡാറ്റയെ കോളത്തിലും റോയിലുമായിട്ട്, കോളം അറിയുന്നുണ്ടാവും, റോ അല്ലെ, നമ്മൾ നീളത്തിലും വീതിയിലും ഒക്കെ, അങ്ങനെ കോളത്തിലും റോയിലുമായിട്ട് അറേഞ്ച് ചെയ്തിട്ട് സൊല്യൂഷൻ കാണുന്നതിനെയാണ് മെട്രിക്സ് അൾജിബ്ര കോളംസ് എന്നാണ്. ഇനി അഞ്ചാമത്തത് ഡിറ്റർമിനൻസ്. അതിൽ നിങ്ങൾ ഓർത്ത് വെക്കുക സൈമുൾട്ടേനിയസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻസ് വെച്ച് ഇപ്പൊ ഒരുപാട് ഇക്വേഷൻസ്, ഇപ്പൊ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ സമയം എ സ്ക്വയർ പ്ലസ്, അങ്ങനെ ഒരുപാട് ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലത്തിന് ഇത് ഏത് പറയുമ്പോഴും നിങ്ങളെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാന്നുള്ള ടേം യൂസ് ചെയ്യണം കേട്ടോ. അത് ഇതിന്റെ ബേസ് ആണ്. ഇപ്പൊ സപ്പോസ് നിങ്ങൾ എക്സാം ചോദിച്ചിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ഫൈൻഡിങ് സൊല്യൂഷൻ ഫോർ എ പ്രോബ്ലം എന്ന് പറയാം. ഇപ്പൊ ഇത് ഏതെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു നിലക്കും കിട്ടുന്നില്ലെങ്കിൽ അത് എഴുതി വെക്കുക, എങ്കിൽ അതിന്റെ മാർക്ക് കിട്ടും. ഫൈൻഡിങ് സൊല്യൂഷൻ ഫോർ എ പ്രോബ്ലം, ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കാണലാണ് ഏത് ക്യൂട്ടി. അപ്പൊ ഇനി നമ്മൾ ഡിറ്റർമിനൻസ് പറഞ്ഞാൽ സൈമുൾട്ടേനിയസ് ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാം. ഡിഫറൻസിയേഷൻ ആറാമത്തെ ടൈപ്പാണ് ഡിഫറൻസിയേഷൻ. ആ വാക്ക് തന്നെ ഉണ്ട് ഡിഫറൻസ്. ഇപ്പോൾ വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടിട്ട് നമ്മൾ സൊല്യൂഷൻ കാണാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. നമുക്ക് തന്ന ഡാറ്റയിൽ ഏറ്റവും ടോപ്പ് വാല്യൂ നിന്ന് ഏറ്റവും ചെറിയ വാല്യൂ കുറക്കുക. റേഞ്ച് എന്നുള്ള സാധനമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ ഡിഫറൻസ് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലത്തിന് സൊല്യൂഷൻ. ഡിഫറൻസിയേഷന്റെ ഓപ്പോസിറ്റ് ആണ് ഇന്റഗ്രേഷൻ. ആ വാക്ക് തന്നെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന എന്താ, ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ സം ഓഫ് ഡാറ്റകളുടെ ടോട്ടൽ കണ്ട് അതിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് അഥവാ അതിന്റെ ടോട്ടൽ കണ്ടിട്ട് പ്രോബ്ലത്തിന് സൊല്യൂഷൻ പറയുന്നതാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. വോയിസ് ഹലോ? ഓക്കെ സർ, ഓക്കെ. റെഡി. അപ്പൊ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാണ്. മാത്തമാറ്റിക്സ് നമ്മൾ പഠിച്ചു. മാത്തമാറ്റിക്കൽ ടൂൾസ്, ടെക്നിക്സ്, പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ട് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണലാണ് മാത്തമാറ്റിക്കൽ ക്യൂട്ടി. അതിൽ നിങ്ങൾ പറയേണ്ടത് ഒരു ഓർഡറിൽ ഡെഫിനിറ്റ് ഓർഡറിൽ നമ്മളെ ഡാറ്റകളെ സെറ്റ് ചെയ്തിട്ട് സൊല്യൂഷൻ കാണുന്നത്. ഡാറ്റകൾ സെറ്റ് ചെയ്തിട്ട് സൊല്യൂഷൻ കാണുന്നത്. സെറ്റ് തിയറി എന്ന് പറയുന്നത് ഡാക്കിയിട്ട് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാം. മെട്രിക്സ് ആൾജിബ്ര എന്ന് പറയുന്നത് നമുക്ക് തന്ന ഡാറ്റകളെ റോസിലും കോളംസിലുമായി അറേഞ്ച് ചെയ്തിട്ട് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാം. ദെൻ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് സൈമുൾട്ടേനിയസ് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാം. ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ വാല്യൂസ് നമ്മളെ ഡിഫറൻസ് കണ്ടിട്ട് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാം. ദെൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഒരുമിച്ച് കൂട്ടുക, ടോട്ടൽ കണ്ടിട്ട് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണലാണ് കാര്യം. അപ്പൊ നമ്മൾ മാത്തമാറ്റിക്കൽ ക്യൂട്ടി എന്താന്ന് പറഞ്ഞു, അതിന്റെ ടൈപ്സ് പറഞ്ഞു. ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് പോവാണ്. ഇത് എസ് എ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒന്നിച്ച് ചോദിക്കൂല കേട്ടോ, 3 ക്ലാസിഫിക്കേഷനും കൂടെ ചോദിക്കാറില്ല. ഒന്നെങ്കിൽ വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ
മാത്തമാറ്റിക്കൽ ക്യൂട്ടി, അല്ലെങ്കിൽ വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്യൂട്ടി, അങ്ങനെ വേറെ വേറെ എടുത്തിട്ടാണ് ചോദിക്കാറുള്ളത് കേട്ടോ. ഇനി രണ്ടാമത്തത് ആദ്യമായിട്ട് തന്നെ പറയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്യൂട്ടി എന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ട് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാൻ പഠിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇതിൽ ചിലതൊക്കെ നിങ്ങൾ ഓക്കെ ജസ്റ്റ് വെയിറ്റ്. ഓക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. ഓക്കെ, മാത്തമാറ്റിക്കൽ ക്യൂട്ടി ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ അല്ലേ? ജസ്റ്റ് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്താണേ. മാത്തമാറ്റിക്കൽ ക്യൂട്ടി നമ്മൾ ടൈപ്സ് പറഞ്ഞത് ഓക്കെ അല്ലേ? ഒന്ന് ടൈപ്പ് ചെയ്യാവേ. ഓക്കെ ആണ്, റെഡി. ഓക്കെ, ഹനീന, റുഫീദ, നേഹ, അനിഷ, അലൻ, ഓക്കെ, മുഹ്സിന, യെസ് ഓക്കെ, താങ്ക് യു. അദിനാന്, ആദിദേവ്, ഓക്കെ, ഫിജി മോൾ, അഷ്മിന, ഓക്കെ താങ്ക് യു. ഇനി അടുത്ത രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, ഒന്ന് നമ്മൾ പറഞ്ഞത് മാത്തമാറ്റിക്കൽ ക്യൂട്ടി ഓക്കെ ആണ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്യൂട്ടി ആണ്. ഞാൻ വീണ്ടും പോവാണേ, വോയിസ് പ്രശ്നം ഉണ്ടെങ്കിൽ പറയണേ. ക്ലിയർ അല്ലേ? വോയിസ് ഇപ്പൊ ക്ലിയർ അല്ലേ? ഒന്ന് നോക്കിയേ. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്യൂട്ടി ഓക്കെ അല്ലേ? പറയട്ടെ. ഓക്കെ താങ്ക് യു. അപ്പൊ നമ്മൾ രണ്ടാമത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്യൂട്ടി നമുക്ക് അറിയാം, ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്യൂട്ടി ചോദിച്ചാൽ നമ്മൾ പറയും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്, ടെക്നിക്സ്, പ്രിൻസിപ്പിൾസ്. ആ 3 വാക്കാണ് നമ്മുടെ കോഡ് കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്, ടെക്നിക്സ്, പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ട് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണലാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്യൂട്ടി നമുക്കറിയാം. ഇനി അതിന്റെ സബ് ക്ലാസിഫിക്കേഷൻസ് ഒരു 8 പറയുന്നുണ്ട്. ഇത് കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. നേരത്തെ മാത്തമാറ്റിക്കൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കൂ കേട്ടോ. 2 ചാപ്റ്ററിലായിട്ട് നമുക്കിത് പറയാനുണ്ട്. അപ്പൊ പ്രോബബിലിറ്റി ആണ്. അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കുക, പ്രോബബിലിറ്റി എന്നുള്ള വാക്കിനർത്ഥം നമുക്കറിയാം സാധ്യത എന്നാണ് അല്ലെ? അപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഒരു കോയിൻ ടോസ് ചെയ്തു, അവിടെ ഹെഡ് വരാനും സാധ്യത ഉണ്ട്, ടെയില് വരാനും സാധ്യത ഉണ്ട്. ഇതാണ് പ്രോബബിലിറ്റി. അപ്പൊ അവിടെ നമ്മൾ പറയാം ടു ഫൈൻഡ് ന്യൂമറിക്കൽ വാല്യൂ ഓഫ്, ഇതിൽ നിങ്ങൾ പ്രത്യേകം അണ്ടർലൈൻ ചെയ്യേണ്ടത് ഈ ഒരു വാക്കാണ്, ഹാപ്പനിങ് ഓർ നോട്ട് ഹാപ്പനിങ് ഓഫ് ആൻ ഇവന്റ്. ഒരു കാര്യം സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനുമുള്ള കാര്യം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനൊരു കോയിൻ ടോസ് ചെയ്തു, അവിടെ ഹെഡ് വരാം, ടൈല് വരാം അല്ലെ? ഹെഡ് സംഭവിക്കാം, ടൈല് സംഭവിക്കാതിരിക്കാം. അപ്പോൾ ഒരു ഇവന്റ്, ഒരു ഹാപ്പനിങ് ഓർ നോട്ട് ഹാപ്പനിങ്, ഇതാണ് കേട്ടോ ഇതിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഒരു കാര്യം സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനുമുള്ള സാധ്യതയെ പഠിക്കുന്നതാണ് തിയറി ഓഫ് പ്രോബബിലിറ്റി. നിങ്ങളുടെ പറയാൻ സംഖ്യയിൽ പറയാം, ന്യൂമറിക്കൽ ആണ് സംഖ്യയിൽ പറയാം. ഓഫ് ഹാപ്പനിങ് ഓർ നോട്ട് ഹാപ്പനിങ് ഓഫ് ആൻ ഇവന്റ്, ഒരു ഇവന്റ് ആനും സംഭവിക്കാതിരിക്കാനുമുള്ള സാധ്യതയെ പഠിക്കുന്ന ഹൈപ്പോത്തിസിസ്. ഇത് 2 മാർക്കിന് പല തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് 2 മാർക്കിന്റെ ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ടെൻഡേറ്റീവ് അസംഷൻ അഥവാ താൽക്കാലികം, ടെൻഡേറ്റീവ് എന്ന് പറഞ്ഞാൽ താൽക്കാലികം, താൽക്കാലികമായിട്ട് നമ്മൾ വെക്കുന്ന അസംഷനെയാണ് ഞാൻ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയാണേ. അപ്പൊ നമ്മള് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ബികോം ചെയ്യുന്ന ഒരു 25,000 കുട്ടികളെ എടുത്തു. എന്നിട്ട് അവരുടെ മോഡൽ എക്സാം നടത്തി നമ്മള്. മോഡൽ എക്സാം, അപ്പോൾ അതാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. കുട്ടികൾ മോഡൽ എക്സാം നടത്തി, അപ്പൊ അതില് ഒരു 60% കുട്ടികൾ വിജയിച്ചു. അപ്പൊ നമ്മൾ പറയാം ഫൈനൽ എക്സാമിനും ഒരു 60% വിജയിക്കും. വിജയിച്ചിട്ടില്ല കേട്ടോ, ഫൈനൽ എക്സാം നടന്നിട്ടില്ല കേട്ടോ. കുട്ടി പറയാണ്, അതാണ് ടെൻഡേറ്റീവ്. ഈ വാക്കിൽ താൽക്കാലികമായിട്ടുള്ള അസംഷൻ ആണ്. അസംഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ ഫസ്റ്റത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ പറഞ്ഞ ഓക്കെ ആണോ? തിയറി ഓഫ് പ്രോബബിലിറ്റി ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാവേ. തിയറി ഓഫ് പ്രോബബിലിറ്റി ഓക്കെ ആണോ? ക്ലിയർ ആയി കേട്ടിട്ടുണ്ടോ? ഓക്കെ ആണ്, ഓക്കെ റെഡി. എങ്കിൽ രണ്ടാമത്തതാണ് നമ്മള് ഓക്കെ. ഞാൻ വീണ്ടും ക്ലാസ്സിലേക്ക് പോവാണ്.
ഒന്നാമത്തെ തിയറി ഓഫ് പ്രോബിലിറ്റി നമ്മൾ പറഞ്ഞു. രണ്ടാമത്തത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ടെൻഡേറ്റീവ് അസംഷൻ. ഇതാണ് നിങ്ങൾ അതിൽ പഠിച്ചു വെക്കേണ്ട വാക്ക് കേട്ടോ. താൽക്കാലികമായിട്ട് വെക്കുന്ന അസംഷൻ. ഇത് നിങ്ങളുടെ MCQയിലും സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ടെൻഡേറ്റീവ് അസംഷൻ ഈ ടേമാണ് അതിൽ ഉണ്ടാവുക കേട്ടോ. അതിനാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഇപ്പൊ വോയിസ് ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ നമ്മൾ താൽക്കാലികമായിട്ട് വെക്കുന്ന ഒരു അസംഷനെയാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ പറയാം കേട്ടോ. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഒന്ന് നോക്കിയേ. ഇപ്പോ ഞാൻ പറയണത് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BCom ചെയ്യുന്ന കുട്ടികളുടെ ഡാറ്റ ഞാൻ എടുത്തു. എന്നിട്ട് അവർക്കൊക്കെ ഞാനൊരു മോഡൽ എക്സാം ഒക്കെ നടത്തി. കുറച്ച് കുട്ടികളെടുത്ത് മോഡൽ എക്സാം നടത്തി. ഈ കുറച്ച് കുട്ടികളെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് ആ സാമ്പിൾ വെച്ചിട്ട് അല്ലെങ്കിൽ ആ കുട്ടികളുടെ മാർക്ക് വെച്ചിട്ട് ഞാൻ പറയാണ് ഇവരെല്ലാവരും അല്ലെങ്കിൽ ഇതിലൊരു 60% ആളുകളും ഫൈനൽ എക്സാമിന് വിജയിക്കും. ഫൈനൽ എക്സാം ഒന്നും നടന്നിട്ടില്ല കേട്ടോ. നമ്മൾ മുൻകൂട്ടി, അതാണ് ടെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് നമ്മൾ മുൻകൂട്ടി വെക്കുന്ന ഒരു അസംഷനെയാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. ഈ ടെൻറ്റേറ്റീവ് അസംഷൻ ആണ് നിങ്ങൾ അതിൽ പഠിച്ചു വെക്കേണ്ടത്. താൽക്കാലികമായിട്ട് വെക്കുന്ന ഒരു അസംഷൻ. എന്ത് ബേസ് ചെയ്തിട്ടാ? സാമ്പിൾ അല്ലെങ്കിൽ പോപ്പുലേഷൻ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. ഒന്നുകൂടെ പറയാണ്, നമ്മൾ താൽക്കാലികമായിട്ട് വെക്കുന്ന ഒരു അസംഷൻ ആണ് സാമ്പിളോ അല്ലെങ്കിൽ പോപ്പുലേഷനോ ബേസ് ചെയ്തിട്ട്. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് SQC, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. ഇതിൽ നിങ്ങൾ ക്വാളിറ്റി എന്നുള്ള ടേം പ്രത്യേകം നോട്ട് ചെയ്യണേ. കൺട്രോൾ ഓഫ്, കാരണം QT എന്ന് പറയുന്നത് നമുക്കറിയാം ക്വാണ്ടിറ്റി ആണ്, അഥവാ നമ്പർ, ന്യൂമറിക്കൽ എന്നൊക്കെ നമ്മൾ പറയും. നമ്പറിൽ പറയുന്നതിന് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് QT എന്ന് പറയുന്നത്. പക്ഷേ ഈ SQC എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആണ്. കാരണം ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി അല്ല നോക്കുക, ക്വാളിറ്റി ആണ് ചെക്ക് ചെയ്യുന്നത്. ക്വാളിറ്റി കേട്ടോ. അപ്പോൾ ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, SQC. നിങ്ങൾ ജ്വല്ലറിയിലൊക്കെ പോയാൽ കാണാം ഇങ്ങനെ ഒരു ക്വാളിറ്റി കൺട്രോളർ എന്ന് പറഞ്ഞ ഒരാൾ തന്നെ ഉണ്ടാവും, ഒരു പോസ്റ്റ് ഉണ്ടാവും. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു മെഷീനൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളൊരു ഗോൾഡ് കൊണ്ടുപോയി കൊടുത്താൽ അദ്ദേഹം ആ മെഷീനിൽ ഇട്ട് നോക്കിയിട്ടാണ് അത് എത്ര ക്വാളിറ്റി ഉള്ളതാണെന്നുള്ളതൊക്കെ പറയുന്നത്. ഇങ്ങനെ ക്വാളിറ്റി മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, SQC എന്ന് പറയുന്നത്. അതിൽ ഈ ക്വാളിറ്റി എന്നുള്ള വാക്ക് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്തത് നാലാമത്തെ കോറിലേഷന്, റിഗ്രഷന്. ഇതിനപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്, കാരണം ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾ. 2 or അതിലധികമോ വേരിയബിൾ തമ്മിലുള്ള റിലേഷനെ പഠിക്കുന്നതാണ് കോറിലേഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്കറിയാം, ഇപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട്. മഴയും ഇപ്പോൾ പുല്ല് മുളക്കുന്നതും. മഴ പെയ്താൽ പുല്ലുകൾ മുളക്കും, മഴ ഇല്ലെങ്കിൽ പുല്ലുകൾ ഇല്ലാണ്ടാവും, അല്ലെ? ഇപ്പൊ നമ്മൾ മഴയും കിണറ്റിലെ വെള്ളവും. ഇപ്പൊ മഴ പെയ്താൽ കിണറ്റിൽ വെള്ളം ഉണ്ടാവും, മഴ പെയ്തില്ലെങ്കിൽ കിണറ്റിൽ വെള്ളം വറ്റും. ഇതിപ്പോ 2 കാര്യങ്ങളാണ്. ഇതുപോലെ നമുക്ക് പ്രൈസും ഡിമാൻഡും വെച്ച് പറയാം, അല്ലെ? പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ 2 or അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുന്നതാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. ഇനി റിഗ്രഷൻ എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. വോയിസ് ക്ലിയർ ആണോ? ഒന്ന് പറയാവേ. ഓക്കെ. എന്നാലേ ഇത് നിങ്ങൾ കറക്റ്റ് ഒന്ന് മനസ്സിലാക്കിട്ടോ. കോറിലേഷനും റിഗ്രഷനും രണ്ടും സെയിം ആണ്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സെക്കൻഡ് മോഡ്യൂൾ പറയുന്നുണ്ട്, അപ്പൊ ഞാൻ പറയാം. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറയാണ്, അവനും അവളും ഇഷ്ടത്തിലാണ്. ഇത് കോറിലേഷൻ ആണ് കേട്ടോ. ശ്രദ്ധിക്കണേ, അവനും അവളും ഇഷ്ടത്തിലാണ്, കോറിലേഷൻ ആണ്. ഞാൻ ഒന്നും പറയാണ്, അവനും അവളും ഒരു വർഷമായി ഇഷ്ടത്തിലാണ്. അത് റിഗ്രഷൻ ആണ്. നമ്മൾ മാറ്റേണ്ട, ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? കോറിലേഷൻ ഞാൻ പറഞ്ഞു അവൻ അവൾ ഇഷ്ടത്തിലാണ്, അത് കോറിലേഷൻ. യെസ്. റിഗ്രഷനില് അതിന്റെ വ്യാപ്തി നമ്മൾ പറയും. കോറിലേഷൻ ജസ്റ്റ് അത് റിലേറ്റഡ് ആണോ അല്ലേ എന്നേ പറയുള്ളൂ. എന്നാൽ റിഗ്രഷനില് അത് എത്രത്തോളം ഉണ്ട്, അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് പറയും. അപ്പൊ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ് റിഗ്രഷന്. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അത് റിലേറ്റഡ് ആണോ അല്ലേ എന്നേ പറയുള്ളൂ. ഓക്കെ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി നെക്സ്റ്റ് മൊഡ്യൂൾ പറയൂ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് പെട്ടെന്ന് പറഞ്ഞു പോവാണേ. റിഗ്രഷൻ ഒന്നുകൂടി ഉറപ്പിച്ച സംഭവമാണ്, അത് നടക്കുന്ന ഷുവറായ സംഭവം അല്ല. ഞാൻ ഒന്നുകൂടെ വേറെ ഒരു എക്സാമ്പിൾ പറയാം. അതായത് റിഗ്രഷൻ എന്ന് പറഞ്ഞാല് അതിന്റെ വ്യാപ്തി പറയും. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഞാൻ പറയാണ്, മഴ പെയ്താൽ കിണറ്റിൽ വെള്ളം കൂടും, മഴ പെയ്തില്ലെങ്കിൽ കിണറ്റിൽ വെള്ളം കുറയും. ഇത് കോറിലേഷൻ ആണ്. അതായത്
മഴയും കിണറ്റിലെ വെള്ളവും തമ്മിലുള്ള റിലേഷൻ പറയുന്നതാണ് കോറിലേഷൻ. ഇനി റിഗ്രഷൻ വെച്ച് പറയാണ്, മഴ പെയ്താൽ 5 റിങ് വെള്ളം കൂടും, മഴ പെയ്തില്ലെങ്കിൽ 5 റിങ് വെള്ളം കുറയും. ഈ 5 റിങ് എന്ന് പറഞ്ഞാൽ അതായത് എത്ര റിലേറ്റഡ് ആണ്, എത്രത്തോളം അത് റിലേറ്റഡ് ആണ്, ഇത് പറയുന്നതാണ് ഈ റിഗ്രഷൻ. ഒന്നുകൂടെ പറയാണ്, കോറിലേഷനിൽ ജസ്റ്റ് മഴ പെയ്താൽ വെള്ളം കൂടും, മഴ പെയ്തില്ലെങ്കിൽ വെള്ളം കുറയും, ഇത് കോറിലേഷനാണ്. എന്നാൽ റിഗ്രഷൻ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ പോരാ, മഴ പെയ്തു കഴിഞ്ഞാൽ 5 റിങ് വെള്ളം കൂടും, കൃത്യമായിട്ടുള്ള ആൻസർ റിഗ്രഷനിൽ ഉണ്ടാവും. എന്നാൽ കോറിലേഷനിൽ ആ ഒരു കറക്റ്റ് ആൻസർ ഉണ്ടാവില്ല. അതാണ് തമ്മിലുള്ള മാറ്റം. അപ്പോൾ റിഗ്രഷൻ പറയുമ്പോൾ കൃത്യമായിട്ട് അത് എത്ര ഉണ്ട്, അതിന്റെ വ്യാപ്തി എത്ര ഉണ്ട് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയും. അതുകൊണ്ട് തന്നെ റിഗ്രഷൻ ആണ് നമ്മൾ ഫർദർ ട്രീറ്റ്മെന്റിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളെ ഡിഫറൻസ് ഉണ്ടല്ലോ, നമുക്കത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായിട്ട് നിങ്ങൾ എഴുതി വെച്ചോളി. 5 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് കോറിലേഷൻ റിഗ്രഷൻ നമ്മളെ ഡിഫറൻസ്. അത് നമുക്ക് ഇനി നെക്സ്റ്റ് മൊഡ്യൂൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ജസ്റ്റ് അതിന്റെ ബേസ് എന്ന് മനസ്സിലായില്ലേ? കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റിലേറ്റഡ് ആണോ അല്ലേ എന്നേ പറയുള്ളൂ. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിഗ്രി പറയും, അത് എത്രത്തോളം ഉണ്ട് എന്ന് പറയും. ക്ലിയർ ആണോ? ക്ലിയർ സാർ. ഓക്കെ, കൺഫ്യൂഷൻ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, ഇനി 6-മത്തത് റേഷ്യോ അനാലിസിസ്. റേഷ്യോ എന്നാൽ നമുക്കറിയാലോ, നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കേണ്ടത് അരിത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ. അഥവാ ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ നമ്മളെ ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട്. ഈ 50 കുട്ടികൾക്ക് ആവറേജ് മാർക്ക്, ആവറേജ് കേട്ടോ, ഞാൻ എല്ലാ കുട്ടികളുടെ മാർക്കും കൂട്ടിയിട്ട് 50 എന്ന് പറയുന്ന എണ്ണം കൊണ്ട് ഹരിച്ചപ്പോൾ എനിക്ക് ആവറേജ് 30 എന്ന് കിട്ടി സപ്പോസ്. അപ്പൊ ഞാൻ പറയാണ് ഈ ക്ലാസ്സിലെ ആവറേജ് മാർക്ക് 30 ആണ്, 30 ആണ്. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിലെ ടോട്ടൽ കുട്ടികളെ 30 എന്ന് പറയുന്ന ഒരൊറ്റ നമ്പറിലേക്ക് ഡിനോട്ട് ചെയ്തു. ഒന്നുകൂടെ പറയാണേ, റേഷ്യോ മീൻസ് സിമ്പിൾ അരിത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ഓഫ്, നോക്കണേ, 1 നമ്പർ ടു അനദർ. ഒരു നമ്പറിനെ മറ്റൊരു നമ്പറിൽ ഡിനോട്ട് ചെയ്യാണ്. ഞാൻ ഒന്നും കൂടെ വ്യക്തമാക്കി തരാം. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട്. 50 കുട്ടികളുടെ മാർക്ക് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ ആവറേജ് കണ്ടു. അപ്പൊ എനിക്ക് 30 എന്ന് കിട്ടി. അപ്പൊ ഞാൻ ഈ 50 കുട്ടികളെയാണ് 30 എന്ന് പറയുന്ന ഒരൊറ്റ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു നമ്പറിനെ മറ്റൊരു നമ്പറിൽ കാണിക്കുന്ന അരിത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ, ഈ അരിത്തമെറ്റിക്കൽ എന്നുള്ളതിന്റെ അർത്ഥം മാത്തമെറ്റിക്കൽ ആണ് കേട്ടോ, കണക്കിൽ പറയാന്നുള്ളതാണ്. അപ്പൊ ഒരു നമ്പറിനെ അല്ലെങ്കിൽ കുറെ നമ്പേഴ്സിനെ മറ്റൊരു നമ്പറിൽ ഡിനോട്ട് ചെയ്യുന്നതിനെയാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയാം. നമ്മൾ 10%, 20% അങ്ങനെയൊക്കെ പെർസെൻറ്റേജ് ആയിട്ട് പറയാം. അല്ലെങ്കിൽ 1:2, 5:3 അങ്ങനെ 2 ഡോട്ട് ഇട്ടിട്ട് നമ്മൾ എഴുതാറുണ്ടല്ലോ, അതൊക്കെ റേഷ്യോയുടെ എക്സാമ്പിൾ ആണ്. പെർസെൻറ്റേജ് പറയുന്നതും 1:2 അല്ലെങ്കിൽ 2/3, 4/7 അങ്ങനെയൊക്കെ ഭിന്നസംഖ്യയിൽ പറയുന്നതൊക്കെ റേഷ്യോയുടെ എക്സാമ്പിൾ ആണ്. ചുരുക്കി പറഞ്ഞാൽ നമ്പേഴ്സിനെ അല്ലെങ്കിൽ ഡാറ്റകളെ ഒരു നമ്പറിൽ ഡിനോട്ട് ചെയ്യുന്നതിനെയാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി 7-മത്തത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഇതും എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, 2 മാർക്കിന്. ഇത് നിങ്ങൾ ഓൾറെഡി BNM-ലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് സെൻട്രൽ പൊസിഷൻ അല്ലെങ്കിൽ സെൻട്രൽ ലൊക്കേഷൻ, കറക്റ്റ് മിഡിൽ വാല്യൂ കണ്ടെത്താനാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി യൂസ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും മീൻ, മീഡിയൻ, മോഡ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഇതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്നത്. മീന്, മീഡിയൻ, മോഡ്, ഈ 3 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ആ 3 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിന്റെ മിഡിൽ വാല്യൂ ആണ്, അഥവാ സെൻട്രൽ പൊസിഷൻ ആണ് അല്ലെങ്കിൽ സെൻട്രൽ ലൊക്കേഷൻ ആണ്. ഇതാണ് കേട്ടോ അതിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. അപ്പൊ മീന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ? ടോട്ടൽ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കും. അപ്പൊ അതിന്റെ കറക്റ്റ് സെൻട്രൽ വാല്യൂ ആണ് നമുക്ക് കിട്ടുക. അത് തന്നെയാണ് മീഡിയൻ, അത് തന്നെയാണ് മോഡും. അപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നാൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് സെൻട്രൽ ലൊക്കേഷൻ അല്ലെങ്കിൽ സെൻട്രൽ പൊസിഷൻ കണ്ടുപിടിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണേ. മീൻ, മീഡിയൻ, MCQ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. അപ്പൊ മീനും മീഡിയനും മോഡും തരും, പിന്നെ അതിന്റെ ഒപ്പം റേഞ്ചോ അല്ലെങ്കിൽ ടോട്ടൽ ഡീവിയേഷനോ വേറെ ഏതെങ്കിലും തരും. അങ്ങനെ ഓഡ് 1 കണ്ടെത്താനൊക്കെ പറയാറുണ്ട്. ഇനി അടുത്തത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെക്കുന്നത് വേരിയബിലിറ്റി എന്നുള്ള വാക്കാണ് കേട്ടോ. ചേഞ്ച്, വേരിയബിലിറ്റി ആണ് ചേഞ്ചസ്. ഒരു സംഖ്യ മറ്റൊരു സംഖ്യയിൽ നിന്നും എത്രത്തോളം വാരി ചെയ്യുന്നുണ്ട്, എത്രത്തോളം മാറി നിൽക്കുന്നുണ്ട്, എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്ന് നോക്കുന്നതിനെയാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഇതും നിങ്ങൾ BNM പഠിച്ചതായിരിക്കും. ഈ ഡിസ്പേർഷനിൽ വരുന്നത് റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ,
മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അത് പറ്റുകയാണെങ്കിൽ ഒന്ന് എഴുതി വെച്ചാൽ നന്നായിരിക്കും. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഈ 4 മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ വരുന്നത്. അതിന്റെ എക്സാമ്പിൾ കേട്ടോ. അപ്പോൾ അതിൽ ഈ 4 നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. 4ലും പറയുന്നത് വേരിയബിലിറ്റി ആണ്, അഥവാ ചേഞ്ചസ് ആണ്, അഥവാ നിന്നും എത്ര വേരി ചെയ്യുന്നു, എത്ര മാറുന്നത്. അപ്പൊ 3 ആണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഏതെങ്കിലും ഇനി റിപ്പീറ്റ് ഓക്കെ ആണോ? നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്യൂട്ടി പറഞ്ഞത് ഓക്കെ ആണോ? സാറ് അവസാനം മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ പറഞ്ഞത് ക്ലിയർ ആയില്ല, വോയിസ്. അപ്പം ഒന്നുകൂടെ ഒന്ന് പറ. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഞാൻ ജസ്റ്റ് അതിലെ ടൈപ്പ് നിങ്ങളെ ചാറ്റ് ബോക്സിൽ ഒന്ന് എഴുതുന്നുണ്ട്. റേഞ്ച് നിങ്ങളൊന്ന് എഴുതണേ, കാരണം ഞാൻ നോട്ടിൽ അത് കൊടുത്തിട്ടില്ല. പിന്നെ ക്വാർട്ടൈൽ ഡീവിയേഷൻ, അതുപോലെ തന്നെ മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഒന്ന് എഴുതി വെക്കണേ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. കാരണം ഇത് നിങ്ങളുടെ MCQയിൽ ചോദിക്കാൻ സാധ്യത ഉണ്ട്. കാരണം എന്താ, ഇതിൽ നിന്ന് 3 തരും കേട്ടോ. അപ്പൊ ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീനൊന്നും തരും. അപ്പൊ അതിൽ നിന്ന് മീനാണ് നിങ്ങൾ മാറ്റി എഴുതേണ്ടത്. ഇപ്പൊ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലെ? വോയിസ് ഓക്കെ അല്ലേ? ഓക്കെ റെഡി. ജസ്റ്റ് നോക്കാം കേട്ടോ. നമ്മളെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് വേരിയബിലിറ്റി. ഈ വാക്കാണ് നിങ്ങൾ അതിൽ ഓർത്ത് വെക്കേണ്ടത്. ഞാൻ നോട്ട് കാണിച്ചു തരാം കേട്ടോ. വേരിയബിലിറ്റി അഥവാ ചേഞ്ച്. വേരിയബിലിറ്റി പറഞ്ഞാൽ മാറ്റട്ടോ, ചേഞ്ച് ചെയ്യുന്നുണ്ട്. ചേഞ്ച് അതായത് ഒരു സംഖ്യ മറ്റൊരു സംഖ്യയിൽ വേരി ചെയ്യുന്നത് എത്രയാണ്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞു. ഇപ്പൊ ഞാൻ അതിന്റെ എക്സാമ്പിൾ പറഞ്ഞതിൽ റേഞ്ച് പറഞ്ഞല്ലോ. റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. അതാണ് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡെഫിനേഷൻ. അതായത് ഇപ്പൊ നമുക്ക് കുറെ സംഖ്യ തന്നു, അതിൽ നിങ്ങളോട് റേഞ്ച് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് എന്താ, ഏറ്റവും വലിയ വാല്യൂ ഏതാണോ അതിന് ഏറ്റവും ചെറിയ വാല്യൂ കുറക്കുക. അപ്പൊ അവിടെ നമ്മൾ നോക്കിയ എന്താ, ചേഞ്ച് ആണ്, മാറ്റമാണ്. അപ്പൊ 2 സംഖ്യകൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഡാറ്റകൾ തമ്മിലുള്ള വേരിയബിലിറ്റി അല്ലെങ്കിൽ ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റത്തെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാണ്, സംഖ്യകൾ തമ്മിലുള്ള ചേഞ്ച് നോക്കുക, അല്ലെങ്കിൽ മാറ്റം നോക്കുക, അല്ലെങ്കിൽ അതിന്റെ ഡിഫറൻസ് നോക്കുക. അതിനെയാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ പറയട്ടോ, ചോദിക്കേ. ക്ലിയർ ആണോ? ഓക്കെ. നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് പോകണം. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ക്യൂട്ടിയെ 3 ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്നാമത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്യൂട്ടി, രണ്ടാമത് മാത്തമാറ്റിക്കൽ ക്യൂട്ടി, പ്രോഗ്രാമിംഗ് ക്യൂട്ടി. ഓക്കെ, ഓപ്പറേഷണൽ റിസർച്ച് ക്യൂട്ടി. ഒരു തവണ പ്രോഗ്രാമിംഗ് ക്യൂട്ടി കുട്ടികളൊക്കെ പഠിച്ചു പോയി, പക്ഷെ എക്സാമിന് ചോദിച്ചത് വാട്ട് ഈസ് ഓപ്പറേഷണൽ റിസർച്ച് ക്യൂട്ടി എന്നാണ്. അപ്പൊ ഈ പേരൊന്നും ഓർത്തു വെക്കുക. അപ്പൊ 3ാമത്തെ ക്ലാസിഫിക്കേഷൻ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ റിസർച്ച് ക്യൂട്ടിയാണ്. അത് എന്താ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടാവും. പ്രോഗ്രാമിംഗ് ടൂൾസ്, ടെക്നിക്സ്, നമ്മുടെ കോഡ്. പ്രോഗ്രാമിംഗ് ടൂൾസ്, ടെക്നിക്സ്, പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണുന്നതാണ് പ്രോഗ്രാമിംഗ് ക്യൂട്ടി എന്ന് പറയുന്നത്. അതിന്റെ ക്ലാസിഫിക്കേഷൻസ് ഒന്ന് ശ്രദ്ധിച്ചോളിയെ, ലീനിയർ പ്രോഗ്രാമിംഗ്. അതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഒപ്റ്റിമം പ്രോഗ്രാം എന്നാണ്. അതായത് ശരിക്കും ശ്രദ്ധിച്ചോളൂ, നമുക്ക് കിട്ടിയ റിസോഴ്സസിൽ നിന്നും ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ മാക്സിമം നമുക്ക് അതിന് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് ലീനിയർ പ്രോഗ്രാം. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിൽ നിന്നും എത്രത്തോളം നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് കുറച്ച് റോ മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. നമ്മളൊരു ചെരുപ്പ് ഉണ്ടാക്കുന്ന കമ്പനിയാണെന്ന് വെച്ചോളൂ. ഈ റോ മെറ്റീരിയൽസ് കൊണ്ട് ഒരു ടീം 50 ചെരുപ്പ് ഉണ്ടാക്കി. അതേ റോ മെറ്റീരിയൽസ് കൊണ്ട് മറ്റൊരു ടീം 65 ഉണ്ടാക്കി, വേറൊരു ടീം 70 ഉണ്ടാക്കി. അപ്പൊ അവിടെ ഒപ്റ്റിമം എന്ന് പറയുന്നത് 70 ആണ്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള റിസോഴ്സസ് വെച്ച്
ഒപ്റ്റിമം അഥവാ മാക്സിമം നമുക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റും എന്നത് പഠിക്കുന്നതാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, നമുക്ക് കിട്ടിയിട്ടുള്ള റിസോഴ്സസ് കൊണ്ട് മാക്സിമം നമുക്ക് എത്ര ചെയ്യാൻ പറ്റും, മാക്സിമം എത്ര നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാക്സിമം നമുക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റും എന്നതിന് ലീനിയർ പ്രോഗ്രാമിംഗ്. അവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ടേം ഒപ്റ്റിമം പ്രോഗ്രാം ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇതും അവൈലബിൾ റിസോഴ്സസ്, നമുക്ക് തന്നിട്ടുള്ള റിസോഴ്സസിൽ നിന്ന് ഒപ്റ്റിമം ഉണ്ടാക്കുന്നതിനെയാണ് അല്ലെങ്കിൽ ഒപ്റ്റിമം കണ്ടെത്തുന്നതിനെയാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഡിസിഷൻ തിയറി ആണ്. അത് നമുക്ക് ലാസ്റ്റ് മൊഡ്യൂൾ പഠിക്കാനുണ്ട്, ഞാൻ ഒന്നുകൂടെ പറയാണ്. മേക്കിംഗ് സൗണ്ട് ഡിസിഷൻ. സൗണ്ട് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള തീരുമാനം എടുക്കുക ഫോർ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല തീരുമാനം എടുക്കുക. അതിലിങ്ങനെയാണ് കേട്ടോ, ഡിസിഷൻ കാണേണ്ട പ്രോബ്ലത്തിന് ഏറ്റവും നല്ല എടുക്കുന്നതിനാണ് ഡിസിഷൻ തിയറി. ചെറിയൊരു കോമഡി ആയിട്ടൊക്കെ തോന്നും നമുക്ക്. അതായത് ഡിസിഷൻ എടുക്കേണ്ട പ്രോബ്ലത്തിന് ഏറ്റവും നല്ല ഡിസിഷൻസ് എടുക്കുന്നതിനെയാണ് ഡിസിഷൻ തിയറി എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാണ്, തീരുമാനങ്ങൾ എടുക്കേണ്ട പ്രശ്നത്തിന്, ഈ സൗണ്ട് ഡിസിഷൻ ആട്ടോ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ഏറ്റവും നല്ല ഡിസിഷൻ എടുക്കുന്നതിനെയാണ് ഡിസിഷൻ തിയറി എന്ന് പറയുന്നത്. അപ്പൊ അതിലിത്ര ഓർത്താൽ മതി, സൗണ്ട് ഡിസിഷൻ ഫോർ പ്രോബ്ലം, ഒരു പ്രോബ്ലത്തിന് ഏറ്റവും നല്ല തീരുമാനം എടുക്കുന്നതിനെയാണ് ഡിസിഷൻ തിയറി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? വോയിസ് ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ക്യൂയിങ് തിയറി. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇത് മാത്രം പ്രത്യേകം ഒന്ന് മനസ്സിലാക്കണേ. ക്യൂയിങ് തിയറി, ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ക്യൂ നിൽക്കുക, വരിക്കുക എന്ന് പറയാലോ. ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന ബീവറേജിലാണ്. ഏറ്റവും ശാന്തസുന്ദരമായിട്ട് ക്യൂ നിന്ന് അവരുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നത് ബീവറേജിലാണ് നമുക്ക് കാണാം. അത്രേ ഉള്ളൂ. ക്യൂവിനെ കുറിച്ച് പഠിക്കുക, വരി നിൽക്കുന്നതിനെ കുറിച്ച് പഠിക്കുക. പണ്ട് നമ്മൾ മറ്റേ നോട്ട് 500-ന്റെ 1000-ന്റെ ഒക്കെ നോട്ട് പിൻവലിച്ചപ്പോൾ നമ്മളൊക്കെ ഒരു പക്ഷേ പോയി ക്യൂ നിന്നിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ റേഷൻ കടയിൽ പോയിട്ട് നമ്മൾ ക്യൂ നിന്നിട്ടുണ്ടാവാം. പ്രത്യേകിച്ച് ഹോസ്പിറ്റലൊക്കെ പോയാൽ എപ്പോഴും വരി നിൽക്കുന്നതിനെ കുറിച്ച് പഠിക്കുക. ഓക്കെ, മാത്തമാറ്റിക്കൽ സ്റ്റഡി ഓഫ് ക്യൂ, വരി നിൽക്കുന്നതിനെ, ക്യൂ നിൽക്കുന്നതിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് ക്യൂയിങ് തിയറി എന്ന് പറയുക. നമ്മൾ സിമ്പിൾ ആണ്. ഇതെന്തിനാ അപ്പൊ അങ്ങനെ പഠിക്കണത്? ഇതും കൂടെ ഓർത്ത് വെക്കണേ. വെയിറ്റിംഗ് കോസ്റ്റ് അല്ലെ? ഇപ്പൊ ക്യൂ നിൽക്കുമ്പോൾ അതാ നമ്മളങ്ങനെ അവിടെ കുറെ നേരം വെയിറ്റ് ചെയ്യണം, നമ്മുടെ സമയം അത്രയും നഷ്ടമാണ് അല്ലെ? അപ്പൊ അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ സർവീസ് കോസ്റ്റ്, ഇതിപ്പോ ബീവറേജ് നോക്കിക്കോളി, നമ്മളൊരു പോലില്ല എങ്കിലും പറയാം, ബീവറേജിൽ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അപ്പൊ നമ്മളൊരു 20 മിനിറ്റ് ക്യൂ നിന്നു, അതാണ് വെയിറ്റിംഗ് കോസ്റ്റ്. അപ്പൊ ആ 20 മിനിറ്റ് നമുക്ക് നഷ്ടമാണ്. പിന്നെ സർവീസ് കോസ്റ്റ്, അത് അവിടെ ആ കുപ്പി എടുത്തു തരുന്ന ആളുകൾ, അവരാണ് അവിടെ സർവീസ് കൊടുക്കുന്നത്, അവർക്ക് വരുന്ന ചെലവുകൾ. അപ്പൊ ഈ രണ്ട് കോസ്റ്റിനെ കുറിച്ച് പഠിക്കാനാണ് ക്യൂയിങ് തിയറി ഉള്ളത്. വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ക്യൂയിങ് തിയറി എന്ന് പറയുന്നത് ക്യൂവിനെ കുറിച്ച് മാത്തമാറ്റിക്കലായിട്ട് പഠിക്കുക, അഥവാ വരി നിൽക്കുന്നതിനെ കുറിച്ച് മാത്തമാറ്റിക്കലായിട്ട് പഠിക്കുന്നതിനെയാണ് ക്യൂയിങ് തിയറി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പഠിക്കുന്നത്? ഈ രണ്ട് കോസ്റ്റിനെ കുറക്കാൻ വേണ്ടിയിട്ട്, വെയിറ്റിംഗ് കോസ്റ്റിനെയും സർവീസ് കോസ്റ്റിനെയും കുറക്കാൻ വേണ്ടിയിട്ടാണ് ക്യൂയിങ് തിയറി നമ്മൾ പഠിക്കുന്നത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, എന്താണ് ക്യൂയിങ് തിയറി? ക്യൂവിനെ കുറിച്ച് അഥവാ വരി നിൽക്കുന്നതിനെ കുറിച്ച് മാത്തമാറ്റിക്കലായിട്ട് പഠിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ക്യൂയിങ് തിയറി പഠിക്കുന്നത്? രണ്ട് കോസ്റ്റിനെ കുറക്കാനാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. വെയിറ്റിംഗ് കോസ്റ്റ് നമുക്കറിയാലോ, ക്യൂ നിൽക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് വെയിറ്റിംഗ് കോസ്റ്റ്. അതുപോലെ തന്നെ സർവീസ് കോസ്റ്റ്, ഈ രണ്ട് കോസ്റ്റിനെയും കുറക്കാൻ വേണ്ടിയിട്ടാണ് ക്യൂയിങ് തിയറി നമ്മൾ പഠിക്കുന്നത്. ഇനി മൂന്നാമത്തത് ഗെയിം തിയറി. ഇതൊരു വട്ടം 2 മാർക്കിന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഗെയിം തിയറി, ഗെയിം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ ഗെയിം, അത് മീൻസ് ബിസിനസ്സിൽ ഗെയിം എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ ആണ് കേട്ടോ, അല്ലാണ്ട് നമ്മൾ മറ്റേ ഫോണിലും മറ്റൊന്നും കളിക്കുന്ന ഗെയിം അല്ല. നമ്മൾ ബിസിനസ്സിൽ ഗെയിം എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ ആണ്. അപ്പോൾ കോമ്പറ്റിറ്റീവ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ കോമ്പറ്റീഷനിൽ ഏറ്റവും നല്ല തീരുമാനം എടുക്കുക, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ കോമ്പറ്റിറ്റീവ് സിറ്റുവേഷൻ. ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ, ബിസിനസ്സുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ വരുമ്പോൾ അതിലേറ്റവും നല്ല തീരുമാനം എടുത്ത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനൊക്കെ പരാജയപ്പെടുത്തുക, അതിനു വേണ്ടിയിട്ടുള്ള പഠനമാണ് ഗെയിം തിയറി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിങ്ങൾ ഓർത്തേക്കേണ്ട ടേം കോമ്പറ്റീഷൻ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഗെയിം എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കുക കോമ്പറ്റീഷൻ എന്നുള്ളത്. ഞാൻ അതിലൊക്കെ ഓരോ ടേമുകൾ പറയുന്നത്, അത് നിങ്ങൾ കറക്റ്റ് ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. കാരണം നമ്മളൊക്കെ ഇപ്പൊ ഒരു 10 വർഷമായിട്ട് കോളേജിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ ഞാൻ അടക്കമുള്ള ടീച്ചേഴ്സ്, ഞങ്ങളൊക്കെ ഇപ്പോൾ പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ ഈ ടേമുകളാണ് നമ്മൾ മൈൻഡിൽ ഉണ്ടാവുക. ഒക്കെ വായിക്കാനൊന്നും നമുക്ക് സമയം കിട്ടും. നമ്മളൊക്കെ ചെയ്യുന്നത് ഈ ഒരു ടേമുകൾ ഇങ്ങനെ അതിലുണ്ടോ നോക്കും, അതുണ്ടെങ്കിൽ അങ്ങനെ ടിക്കിട്ട് പോകും.
അപ്പൊ ഈ ടേമുകൾ നിർബന്ധമായിട്ടും നിങ്ങൾ എഴുതുമ്പോൾ അതിൽ വരണം കേട്ടോ. ഗെയിം തിയറി എന്താണെന്ന് ചോദിച്ചാൽ കോമ്പറ്റീറ്റീവ് സിറ്റുവേഷനിൽ അഥവാ കോമ്പറ്റീഷന്റെ സമയത്ത് ഏറ്റവും തിയറി എന്ന് പറയുന്നത്. അടുത്തത് സിമുലേഷൻ. അവിടെ നിങ്ങൾ ഓർത്ത് വെക്കുന്നത് റിയൽ ലൈഫ് പ്രോബ്ലം നമ്മുടെ യഥാർത്ഥ ജീവിതവുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു പ്രോബ്ലത്തിനൊക്കെ സൊല്യൂഷൻ കാണാം. ഇതെല്ലാത്തിലും ആ ടേം പറയണം കേട്ടോ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ലേ. പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാന്നുള്ളത് എല്ലാത്തിലും ഉണ്ട്. അപ്പോ സിമുലേഷൻ എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫ് പ്രോബ്ലമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാം. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരികയാണ്, നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂ വരികയാണ്, അപ്പൊ നമ്മൾ നമ്മുടെ റിയൽ ലൈഫുമായിട്ട് അത് കണക്ട് ചെയ്യാം. എന്നിട്ട് എങ്ങനെ അതിന് സൊല്യൂഷൻ കാണാന്നുള്ളത് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എംപ്ലോയീസ് തമ്മിലൊരു ഭയങ്കര ഇഷ്യൂ ഉണ്ടാവുകയാണ്. സപ്പോസ് വിചാരിച്ചോളൂ, എംപ്ലോയീസ് തമ്മിൽ ഭയങ്കര കച്ചറയാണ്, ഭയങ്കര ഫൈറ്റിംഗ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ നമ്മുടെ സ്വന്തം ലൈഫിലേക്ക് അതിനെ കൊണ്ടുവരിക. നമ്മുടെ ലൈഫിലാണ് ആ ഒരു ഇഷ്യൂ ഉണ്ടായാൽ നമ്മൾ എങ്ങനെയാണ് അത് സൊല്യൂഷൻ കാണുക. അങ്ങനെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണുന്നതാണ് റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണുന്നതാണ്. ലാസ്റ്റ്, നെറ്റ്വർക്ക് ടെക്നിക്ക്. ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനമാണ്, നമുക്കത് പറയാനൊന്നുമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറയാണ്. ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് പ്ലാനിങ്, ഷെഡ്യൂളിങ്, കൺട്രോളിങ്, മോണിറ്ററിങ്, കോർഡിനേറ്റിംഗ് ലാർജ് ആൻഡ് കോംപ്ലക്സ് പ്രോജക്ട് കംപ്രസിംഗ് ദ നമ്പർ ഓഫ് ആക്ടിവിറ്റീസ്. അതായത് ഒരുപാട് ആക്ടിവിറ്റീസും ഒരുപാട് ഇവന്റും വരുന്ന വലിയ പ്രോബ്ലം. അതിന് പ്രോബ്ലം എന്നതിനേക്കാൾ അപ്പുറത്ത് പ്രൊജക്റ്റ് എന്ന് പറയാം. വലിയ പ്രൊജക്റ്റുകളെ പ്ലാൻ ചെയ്യുക, അതിനെ ഷെഡ്യൂൾ ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യുക, മോണിറ്റർ ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നതിനെയാണ് നെറ്റ്വർക്ക് ടെക്നിക്ക് എന്ന് പറയാം. നിങ്ങളോട് റിപ്പീറ്റ് ചെയ്യാണ്, ഒരുപാട് ഇവന്റുകളും ഒരുപാട് ആക്ടിവിറ്റീസും വരുന്ന കോംപ്ലക്സ് പ്രൊജക്റ്റുകളെ അഥവാ വലിയ പ്രൊജക്റ്റുകളെ, വലിയ പ്രശ്നങ്ങളെ പ്ലാൻ ചെയ്യുന്നതും ഷെഡ്യൂൾ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ പ്രോസസ്സിനെയും കൂടെ കൂടിയിട്ടാണ് നെറ്റ്വർക്ക് ടെക്നിക്ക് എന്ന് പറയുക. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്, ഒരുപാട് ഇവന്റുകളും ഒരുപാട് ആക്ടിവിറ്റീസും വരുന്ന വലിയ പ്രൊജക്റ്റുകളെ, വലിയ ടാസ്കുകളെ, വലിയ പ്രോബ്ലം, അതിനെ പ്ലാൻ ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, മോണിറ്റർ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, ഇതൊക്കെ പാട് ചെയ്യുന്നതിനെയാണ് നെറ്റ്വർക്ക് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ ജസ്റ്റ് എന്താന്നുള്ളത് ഇങ്ങനെ ആ ഒരു പോയിന്റ് വെച്ചിട്ട്, ഞാൻ പറഞ്ഞ ആ ഒരു ടേമുകൾ വെച്ചിട്ട് മനസ്സിലാക്കുക. റിസർച്ച് ക്യൂട്ടി അല്ലെങ്കിൽ ഓപ്പറേഷണൽ റിസർച്ച് ക്യൂട്ടി എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് പറഞ്ഞാണേ, വോയിസ് പറഞ്ഞാണേ. ക്ലിയർ ആണ് സാർ. ഓക്കെ, റെഡി. അപ്പൊ നമ്മൾ 3 ടൈപ്പ് പറഞ്ഞു കേട്ടോ. ഒന്ന് മാത്തമാറ്റിക്കൽ ക്യൂട്ടി അല്ലെ, അതിൽ 7 പോയിന്റ്. 2 സ്റ്റാറ്റിസ്റ്റിക്കൽ ക്യൂട്ടി, അതിൽ 8 പോയിന്റ്. ദെൻ മൂന്നാമത് പ്രോഗ്രാമിംഗ് ക്യൂട്ടി അല്ലെങ്കിൽ ഓപ്പറേഷണൽ റിസർച്ച് ക്യൂട്ടി, അതിൽ ലാസ്റ്റ് ചെറിയ ചോദ്യം ചോദിക്കലുണ്ട് കേട്ടോ. ഇത് ക്ലാസ് ആണ്, നമുക്ക് ലാസ്റ്റ് ചോദിച്ചില്ലേ മോശമാണ്. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളില് അടുത്തൊരു ഭാഗത്തേക്ക് വരികയാണ്, ലിമിറ്റേഷൻസ് ഓഫ് ക്യൂട്ടി. ക്യൂട്ടിയുടെ ലിമിറ്റേഷൻസ്. ഇതും 5 മാർക്കിനും 2 മാർക്കിനും എങ്ങനെ ചോദിച്ചിട്ടുണ്ട് തിയറി ആയിട്ട് കേട്ടോ. സിമ്പിൾ ആണ്, വലിയ ടാസ്ക് ഒന്നുമില്ല. നോക്കാം, ലിമിറ്റേഷൻസ് ഓഫ് ക്യൂട്ടി. അതിലൊന്ന് സിമ്പിൾ ആണ് കേട്ടോ. ഒന്ന് കോംപ്ലക്സ് പ്രോസസ്. നമുക്കറിയാം ഈ ക്യൂട്ടിയുടെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നതല്ല. കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിവുള്ള പഠിച്ച ഒരാൾക്ക് മാത്രമേ ഇതിലുള്ള കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കോംപ്ലക്സ് പ്രോസസ് ആണ്. കാരണം ഒരുപാട്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് മാത്തമാറ്റിക്കലും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഒക്കെ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരുപാടെണ്ണം പഠിച്ചിട്ടുണ്ട്. അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ക്യൂട്ടി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സാധാരണക്കാർക്ക് പറ്റൂല, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് ഇത് പറ്റുന്ന കാര്യമല്ല. അതാണ് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ. രണ്ടാമത്, ഇറ്റ് ഡസിൻ പ്രൊവൈഡ്, നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്, ഡസിൻ പ്രൊവൈഡ് എക്സാക്ട് സൊല്യൂഷൻ. നമ്മുടെ ക്യൂട്ടിയിലെ പല ടെക്നിക്സും കൃത്യമായിട്ടുള്ള ആൻസർ നമുക്ക് തരുന്നില്ല. ഒരു ഇങ്ങനെ ആവാം. ഇപ്പൊ നമ്മൾ കോറിലേഷന്റെ കേസൊക്കെ പറഞ്ഞു അല്ലെ, റിലേഷൻ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, അങ്ങനെയൊക്കെ പറയാ. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു ആൻസർ പലപ്പോഴും ക്യൂട്ടി നമുക്ക് തരുന്നില്ല. അഥവാ തരുന്ന സൊല്യൂഷൻ തന്നെ ശരിയാവണമെന്നുമില്ല, തെറ്റാനുള്ള സാധ്യതകളും ഒരുപാടുണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിന്റെ കംപ്ലീറ്റ് റിസൾട്ടിനും അത് എഫക്ട് ചെയ്യും. ഉള്ള ലിമിറ്റേഷൻ ആണ്. ക്യൂട്ടി പ്രൊവൈഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. അത് നമ്മൾ ഇത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റകൾ അഥവാ സംഖ്യയിൽ പറയുന്നതിന് ക്യൂട്ടി ഇത് മെഷർ ചെയ്യുന്നില്ല. ക്വാളിറ്റി എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ
ഇന്റലിജൻസ് പറയാണ്. നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് കുട്ടികൾ നന്നായിട്ട് എഫേർട്ട് എടുക്കുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ അവർ നല്ല ആക്റ്റീവ് ആണ്. ഇതൊന്നും നമ്മൾ ക്യൂട്ടിയിൽ ഡിസ്കഷൻ ചെയ്യൂ. നിങ്ങളുടെ വെയിറ്റ് ഡിസ്കസ് ചെയ്യും. അഥവാ നമ്പറില് ന്യൂമറിക്കലായിട്ട് സംഖ്യയിൽ പറയുന്നതിന് മാത്രമേ ക്യൂട്ടി കൺസിഡർ ചെയ്യുന്നുള്ളൂ. കൺസിഡർ ചെയ്യുന്നില്ല. സർ വോയിസ് അത് ഇതിന്റെ കട്ട് ലിമിറ്റേഷൻ ആയിട്ട് ആവുന്നുണ്ട്. നമുക്ക് പറയാൻ പറ്റും. ഓക്കെ 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 ഒന്ന് വെയിറ്റ് ചെയ്യാവേ. ലിമിറ്റേഷൻസ് നിങ്ങളോട് ചോദിക്കാണേ. ലിമിറ്റേഷൻസ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോയിന്റ് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ സ്ക്രീൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതൊരു കോംപ്ലക്സ് പ്രോസസ് ആണ്. അതായത് ഇത് പഠിച്ച ആൾക്കാർക്ക് മാത്രമേ ഇതിനെ കുറിച്ചിട്ട് മൊത്തമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂള്, മാത്തമാറ്റിക്കൽ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യണം. അതെ, വെരി ഗുഡ്. ക്യൂട്ടിയില് ഫുൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മാത്തമാറ്റിക്കൽ ഒരുപാട് ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. പഠിച്ചവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. കോംപ്ലക്സ് ആണ്. രണ്ടാമത്തെ പോയിന്റ് പറയാൻ പറ്റുമോ? എനിവൺ? ഒരു എക്സാക്ട് ആൻസർ ഒരിക്കലും നമുക്ക് കിട്ടൂല. ഇറ്റ് ഡസൻ പ്രൊവൈഡ് എക്സാക്ട് സൊല്യൂഷൻ. ഒരിക്കലും ഒരു കറക്റ്റ് ആൻസർ കിട്ടില്ല. ഓക്കെ, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്. എക്സാക്ട് സൊല്യൂഷൻ നമുക്ക് ക്യൂട്ടി പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാരണം ഇതൊക്കെ ഒരു ഡെമോ ആയിട്ട്, താൽക്കാലികമായിട്ട്, അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജിൽ ഒക്കെ പറയുന്നുള്ളൂ. ഇനി കിട്ടിയ ആൻസറിനെ കറക്റ്റ് ആണ് എന്നുമില്ല. അപ്പൊ ഈ 2 പോയിന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇനി അടുത്ത തേർഡ് പോയിന്റ് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ മാത്രമേ ക്യൂട്ടിയിൽ നമ്മൾ വാല്യൂ ചെയ്യുന്നുള്ളൂ. ക്വാണ്ടിറ്റേറ്റീവ് അഥവാ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ സംഖ്യയിൽ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ന്യൂമറിക്കലായിട്ട് പറയാൻ പറ്റുന്ന ഡാറ്റകൾ മാത്രമേ ക്യൂട്ടി കൺസിഡർ ചെയ്യുന്നുള്ളൂ. ക്ലിയർ അല്ലേ? ഇപ്പൊ വോയിസ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, റെഡി. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റകൾ മാത്രമേ ക്വാളിറ്റികളെ, നമ്മൾ പറഞ്ഞ ബ്യൂട്ടി, അതുപോലെ തന്നെ ഇന്റലിജൻസ്, ആക്റ്റീവ്, ഈ കാര്യങ്ങളൊന്നും അഥവാ ക്വാളിറ്റിയിൽ പറയുന്നതിനൊന്നും ക്യൂട്ടി മെയിൻ ചെയ്യുന്നില്ല. അതിന്റെ അടുത്തൊരു ലിമിറ്റേഷൻ അറിയാം. പിന്നെ നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ് നോളജ്. നമുക്കറിയാം ക്യൂട്ടി ചെയ്യാനും അത് ചെയ്തെന്ന് നോക്കാനും ഒക്കെ നല്ല സ്കില്ലും നോളജുള്ള ആളുകൾക്കേ പറ്റുള്ളൂ. അല്ലാത്തവർക്കൊന്നും ഈ ക്യൂട്ടിയെ ഒന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ അടുത്ത് പറയാം നോട്ട് അണ്ടർസ്റ്റാൻഡബിൾ. നമ്മൾ ക്യൂട്ടി വെച്ചിട്ട് ചെയ്ത സാധനം കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ അത് ചെയ്ത ആളെന്നെ പറഞ്ഞു തരും, വിശദീകരിച്ച് തരേണ്ടി വരും. ഇതാണ് ക്യൂട്ടിയുടെ ലിമിറ്റേഷൻസ്. ഇത് ഓർത്തു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഇതും കൂടെ പറയട്ടെ, എന്നിട്ട് നിർത്തിയാൽ പോരെ? ഒരു 5 മിനിറ്റ് കൂടെ എക്സ്ട്രാ എടുത്ത് കുഴപ്പമില്ലല്ലോ? ഇല്ല സർ, എടുത്തോളൂ. ഓക്കെ, റെഡി. ഇതുകൂടെ പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഈ പറയുന്ന നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. പോരാ, ഒന്നും കൂടെ ഉണ്ട് അതില്. Quantitative techniques for business. Yes, very good. For business. Yes, very good. For business എന്നുള്ള ടേമും കൂടെ അതിലുണ്ട്. അതായത് ക്യൂട്ടി ബിസിനസ്സിൽ, നമ്മളെ സബ്ജക്റ്റിന്റെ പേരന് അതായതുകൊണ്ട് ഇത് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ക്യൂട്ടി ഇൻ ബിസിനസ്സിൽ എവിടൊക്കെയാണ് നമ്മൾ ക്യൂട്ടി യൂസ് ചെയ്യുക? ഇതിനെ അപ്ലിക്കേഷൻ ഓഫ് ക്യൂട്ടി എന്നും പറയാം, സ്കോപ്പ് ഓഫ് ക്യൂട്ടി എന്നൊക്കെ പറയാം കേട്ടോ. ക്യൂട്ടിയുടെ സ്കോപ്പ് ചോദിച്ചാലും അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഓഫ് ക്യൂട്ടി ഇൻ ബിസിനസ് എന്ന് ചോദിച്ചാലും നിങ്ങൾ പറയേണ്ടത് ഈ സെയിം ആൻസർ ആണ്. അഥവാ ബിസിനസ്സിൽ എവിടൊക്കെ നമ്മൾ ക്യൂട്ടി യൂസ് ചെയ്യാറുണ്ട്? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒന്ന് ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി എന്താ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താ ഇൻവെന്ററി പറഞ്ഞാൽ? യെസ്, വെരി ഗുഡ്. സ്റ്റോക്ക് ആണ് കേട്ടോ. സ്റ്റോക്കിനാണ് നമ്മൾ ഇൻവെന്ററി അറിയാം. ഡൗട്ട് ഉള്ളവര് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഇൻവെന്ററി പറഞ്ഞാൽ സ്റ്റോക്ക് ആണ്. സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാൻ നമ്മൾ ക്യൂട്ടി യൂസ് ചെയ്യാറുണ്ട്. സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാൻ ഇപ്പൊ എങ്ങനെ ക്യൂട്ടി യൂസ് ചെയ്യാം? അതായത് നിങ്ങളിപ്പോ ഒരു മെഡിക്കൽ ഷോപ്പ് പോയി, നിങ്ങളൊരു മരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർ ആദ്യം തന്നെ അലമാരയിൽ പോയിട്ട് തപ്പല്ലേ ചെയ്യുക. അവർ ജസ്റ്റ് അവരെ കമ്പ്യൂട്ടർ എടുക്കും, അതിൽ അവർ കറക്റ്റ് മരുന്ന് അവൈലബിൾ ഉണ്ടോ, എത്ര നോക്കിയിട്ട് അവർ കറക്റ്റ് പറഞ്ഞു തരും. ഇല്ല കേട്ടോ, ഇവിടെ സ്റ്റോക്ക് ഇല്ല, അല്ലെങ്കിൽ നാളെ വരുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ അത്ര എണ്ണല്ല എന്നുള്ള ഐറ്റംസ്
എത്ര നമ്മളടുത്ത് ബാക്കിയുണ്ട് എന്നറിയാൻ ചെയ്യാറുണ്ട്. ക്യൂട്ടിയുടെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അതിൽ സ്റ്റോക്കിനെ കൺട്രോൾ ചെയ്യാം, അഥവാ ഇനി എത്ര സ്റ്റോക്ക് വേണം, നിലവിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്, ഇനി എത്ര പർച്ചേസ് ചെയ്യണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നോക്കാൻ വേണ്ടി നമ്മൾ ക്യൂട്ടി യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇൻവെന്ററി കൺട്രോള്, ഹൗ മച്ച് ഐറ്റംസ്, എത്ര സ്റ്റോക്ക് നമുക്ക് ഇനി വേണം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യൂട്ടി യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് ക്യൂട്ടിയിലെ മറ്റൊരു ടെക്നിക്കാണ് പെർട്ട് CPM. ഇത് ക്യൂട്ടിയിലെ ടെക്നിക്കാട്ടോ, പെർട്ട് CPM. അത് നമ്മൾ ബിസിനസ്സിൽ എവിടെ യൂസ് ചെയ്യുന്നുണ്ട് നോക്കാം. ഏർലിയസ്റ്റ് ആൻഡ് ലേറ്റസ്റ്റ് ടൈം ഫോർ എ പ്രൊജക്ട്. നമ്മൾ ബിസിനസ്സിൽ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ, ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും, പോരാ എത്ര നേരത്തെ നമുക്കത് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്കൊരു ബിൽഡിംഗ് ഉണ്ടാക്കണം, നമ്മുടെ ബിസിനസ്സിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണം. ആ ബിൽഡിംഗ് ഉണ്ടാക്കാൻ ഒരു കോൺട്രാക്ടർ നമുക്ക് 1 മാസമാണ് ടൈം വാങ്ങുന്നത്, മറ്റൊരു കോൺട്രാക്ടർ 1.5 മാസം, മറ്റൊരാൾ 2 മാസം. അപ്പൊ അതിൽ ഏറ്റവും ഏർലിയസ്റ്റ് നേരത്തുള്ള സമയം എന്ന് പറയുന്നത് 1 മന്ത് ആണ്. അപ്പൊ നമ്മൾ അയാളെ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്യാനുള്ള മെത്തേഡാണ് പെർട്ടും CPM ഒക്കെ കേട്ടോ. ഇതൊന്നും നമുക്ക് ഈ മെത്തേഡ് പഠിക്കാനൊന്നുമില്ല, അത് വെച്ചിട്ടൊക്കെ നമുക്ക് കറക്റ്റ് നല്ല രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മുടെ ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് അത് ഏറ്റവും നേരത്തെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അത് കണ്ടെത്താനാണ് പെർട്ടും CPM ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാണ്, ഒരു പ്രൊജക്റ്റ് ഏറ്റവും നേരത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനെ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് പെർട്ടും CPM. അടുത്തത് ലീനിയർ പ്രോഗ്രാമിംഗ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഒപ്റ്റിമൽ അലോക്കേഷനോ, ഈ വാക്കാണ് നമ്മൾ അവിടെ നിങ്ങളോട് നോട്ട് ചെയ്യാൻ പറഞ്ഞത്. കയ്യിലുള്ള റിസോഴ്സസ്, ബിസിനസ്സിൽ നമുക്ക് കിട്ടിയിട്ടുള്ള റിസോഴ്സിനെ മാക്സിമം എങ്ങനെ യൂസ് ചെയ്യാം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യൂട്ടിയിലുള്ള ലീനിയർ പ്രോഗ്രാം ഉപയോഗിക്കാറുണ്ട്. അടുത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസിഷൻ തിയറി എന്താന്നുള്ളത് അല്ലെ. അത് ഓൾറെഡി ഞാൻ പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് പറയാണ്. ബെസ്റ്റ് ഡിസിഷൻ, നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരും, അതിൽ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എടുക്കാൻ തിയറി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ക്യൂൻ തിയറി ഓൾറെഡി ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ എഴുതാത്തത് ക്യൂനെ കുറിച്ച് അല്ലെ. അതെന്തിനാ നമ്മൾ ഓൾറെഡി പറഞ്ഞു, 2 കോസ്റ്റ് അവിടെ കുറക്കാൻ. ആർക്കെങ്കിലും ഒന്നും പറയാൻ പറ്റുമോ? 2 കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ക്യൂൻ തിയറി നമ്മൾ പഠിക്കുന്നത്. സർവീസും പിന്നെ ടൈം കോസ്റ്റും സർവീസ് കോസ്റ്റും, വെയിറ്റിംഗ് കോസ്റ്റും സർവീസ് കോസ്റ്റും കുറക്കാൻ വേണ്ടിയിട്ടാണ് ക്യൂൻ തിയറി. അപ്പൊ ബിസിനസ്സിൽ വെയിറ്റിംഗ് കോസ്റ്റും സർവീസ് കോസ്റ്റും ക്യൂൻ തിയറി പഠിക്കുന്നു പറഞ്ഞു. നേരത്തെ റീപ്ലേസ്മെന്റ് തിയറി, ആ വാക്കിൽ തന്നെ അത് എന്താന്നുണ്ട്. ഒരു മെഷീന് ഒരു 10 വർഷമാണ്, 10 വർഷം കഴിഞ്ഞാൽ അതിനെ റീപ്ലേസ് ചെയ്യണം, അത് മാറ്റിയിട്ട് പുതിയതാക്കി മാറ്റണം. അതിലുള്ള മെഷീനറിയും മറ്റുമൊക്കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്യൂട്ടിയിലെ ഒരു ടെക്നിക്കാണ് റീപ്ലേസ്മെന്റ് തിയറി എന്ന് പറയുന്നത്. പിന്നെ കോറിലേഷൻ റിഗ്രഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇത് രണ്ടും ഞാൻ ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത്, കാരണം രണ്ടും സെയിം ആണ്. രണ്ടിനും പഠിക്കുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ് ആണ്. പക്ഷെ അതിൽ ചെറിയ മാറ്റം ഉണ്ട്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി നെക്സ്റ്റ് മൊഡ്യൂൾ പറയും. അപ്പൊ കോറിലേഷൻ റിഗ്രഷനും ബിസിനസ്സിലെ, ഇവിടെ ഒക്കെ പറയുമ്പോൾ നമ്മൾ ബിസിനസ് ചേർത്ത് പറയണം, ബിസിനസ്സിലെ വേരിയബിൾസ് തമ്മിലുള്ള, ഫോർ എക്സാമ്പിൾ പ്രൈസും ഡിമാൻഡും ബിസിനസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 2 ടേമാണ്. അപ്പൊ അത് 2 വേരിയബിൾ ആണ്. അത് തമ്മിലുള്ള ചേഞ്ചസ് പഠിക്കാൻ വേണ്ടിയിട്ട് കോറിലേഷൻ റിഗ്രഷൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി ബിസിനസിന്റെ വേറെ ശാഖകളാണ്. ഫിനാൻസ് അക്കൗണ്ടിങ്ങിൽ ക്യാഷ് ഫ്ലോ അനാലിസിസിന്, ക്യാപിറ്റൽ ബജറ്റിങ്, ഫിനാൻഷ്യൽ പ്ലാനിങ്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, ഇതൊന്നും ഓരോന്നും എന്താണെന്നൊന്നും പഠിക്കണ്ട, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് നമ്മൾ ക്യൂട്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മാർക്കറ്റിംഗ് മാനേജ്മെന്റിന് പ്രൊഡക്റ്റ് മിക്സ് സെലക്ട് ചെയ്യാൻ. പ്രൊഡക്റ്റ് മിക്സ് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം, ഇപ്പോൾ ബാഗ്, ചെരുപ്പ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് ഏറ്റവും പ്രോഫിറ്റബിൾ ആയതിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മുടെ റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക, ആർക്കൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ, അതിന് നമ്മൾ ക്യൂട്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇനി പ്രൊഡക്ഷൻ മാനേജ്മെന്റിൽ മാനുഫാക്ചറിങ്, സാധനങ്ങൾ നിർമ്മിക്കുക, അതുപോലെ ക്വാളിറ്റി കൺട്രോള്, അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോളിൽ നമ്മൾ SQC പഠിച്ചിട്ടുണ്ട് കേട്ടോ. SQC അല്ലെ, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്നുള്ള ഒരു ടെക്നിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്വാളിറ്റി കൺട്രോൾ, അതുപോലെ സ്റ്റോക്ക് കൺട്രോൾ, അതിനൊക്കെ നമ്മൾ ക്യൂട്ടി യൂസ് ചെയ്യാറുണ്ട്. ഇനി ജനറൽ മാനേജ്മെന്റിൽ ഡിസിഷൻ മേക്കിങ്ങിന് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിസിഷൻ തിയറി എന്നുള്ള ഒരു ടെക്നിക്ക്. അതുപോലെ MIS, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, അപ്പൊ അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ
ബിസിനസിന്റെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്ത ഭാഗങ്ങളാണ്. അത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ബിസിനസിന്റെ വളർച്ചയ്ക്ക് ഡെവലപ്മെന്റിനൊക്കെ QT ഒരുപാട് യൂസ്ഫുൾ ആക്കാറുണ്ട്. സിമുലേഷനും ക്യൂന്തിയറൊക്കെ നമ്മുടെ റിയൽ ലൈഫുമായിട്ട് കണക്ടിവിറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഞാൻ ജസ്റ്റ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഫസ്റ്റ് മൊഡ്യൂള് ജസ്റ്റ് മിനിറ്റ് കേട്ടോ. ഓക്കെ, വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? ജസ്റ്റ് ക്യാമറ Yes, sir. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ ഫസ്റ്റ് മൊഡ്യൂള് QT നമ്മൾ പറഞ്ഞത് ഞാൻ ഓടിച്ച് പറയണേ. ആദ്യമായിട്ട് നമുക്കറിയാം ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാം, സ്റ്റാറ്റിസ്റ്റിക്കൽ മാത്തമാറ്റിക്കൽ. പിന്നെ നമ്മൾ പറഞ്ഞത് QTയുടെ ക്ലാസിഫിക്കേഷൻ, മാത്തമാറ്റിക്കൽ QT, സ്റ്റാറ്റിസ്റ്റിക്കൽ QT, പ്രോഗ്രാമിംഗ് QT. ദെൻ അതിനുശേഷം ആ മാത്തമാറ്റിക്കലിന്റെ സബ് ക്ലാസിഫിക്കേഷന്, സ്റ്റാറ്റിസ്റ്റിക്കലിന്റെ സബ് ക്ലാസിഫിക്കേഷന്, പ്രോഗ്രാമിംഗിന്റെ സബ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അതിനുശേഷം ലിമിറ്റേഷൻസ് ഓഫ് QT നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ബിസിനസ്സിൽ QT എങ്ങനെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഇത്രയാണ്. ഇത് ക്ലിയർ ആണല്ലോ അല്ലെ? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം നിങ്ങൾ. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, റെഡി. ഓക്കെ, അപ്പൊ അതോടുകൂടെ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂള് അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ലാസ്റ്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്, എന്തെങ്കിലും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും മാറ്റങ്ങളോ മറ്റൊക്കെ വേണമെങ്കിൽ നിങ്ങൾ വളരെ ഓപ്പൺ ആയിട്ട് എന്നോട് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോ പറയാം കേട്ടോ. ആ മാറ്റങ്ങൾക്ക് ഉൾക്കൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ് ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാം. എനിവേ, ഇനി അടുത്ത ക്ലാസ് മുതൽ നമ്മൾ പ്രോബ്ലം ആണ് കേട്ടോ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങളുടെ കയ്യിൽ നോട്ട് വേണം, പേന വേണം, കാൽക്കുലേറ്ററും വേണം കേട്ടോ. എങ്കിലേ ഞാൻ ഇങ്ങനെ പറയുന്ന കറക്റ്റ് റൂട്ട് നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വെറും തിയറി ഡിസ്കസ് ചെയ്ത് നാളെ മുതൽ പ്രോബ്ലത്തിലേക്ക് വരികയാണ്. ഓക്കെ, എന്തെങ്കിലും ക്ലാസ്സിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ മറ്റോ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഓപ്പൺ ആയിട്ട് എന്നോട് പറയാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും താങ്ക് യു. നാളെ കൊണ്ടും കാണാം കേട്ടോ. Thank you, sir. Good night. Thank you, sir. Thank you, sir. Sir.